കേരളത്തിലെ ബേപ്പൂർ കടൽത്തീരത്തിന് സമീപമുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിലായിരുന്നു നിഖിൽ താമസിച്ചിരുന്നത്. കടലായിരുന്നു അവന്റെ ജീവിതം. എല്ലാ ദിവസവും പുലർച്ചെ ബോട്ടിൽ കടലിലേക്ക് പോകും, വൈകുന്നേരം തിരികെ വരും. ഗ്രാമത്തിലെ മറ്റുള്ള യുവാക്കളെപ്പോലെ ലളിതമായ ഒരു ജീവിതം. പക്ഷേ നിഖിലിന്റെ മനസ്സിൽ ഒരു രഹസ്യ സ്വപ്നമുണ്ടായിരുന്നു. അവൻ എഴുത്തുകാരനാകണം. രാത്രികളിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം അവൻ തന്റെ ചെറിയ മുറിയിൽ ഇരുന്ന് കഥകൾ എഴുതുമായിരുന്നു. കടലിന്റെ ശബ്ദവും തിരമാലകളുടെ സംഗീതവും അവന്റെ എഴുത്തിനു കൂട്ടായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പുതിയൊരു പെൺകുട്ടി വന്നു. അവളുടെ പേര് സാന്ദ്ര. കൊച്ചിയിൽ നിന്നു വന്ന അവൾ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കറായിരുന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമ നിർമ്മിക്കാനായിരുന്നു അവളുടെ വരവ്. ആദ്യമായി അവർ കണ്ടുമുട്ടിയത് തുറമുഖത്തായിരുന്നു. സാന്ദ്ര ക്യാമറയുമായി ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബദ്ധത്തിൽ അവളുടെ ക്യാമറ ബാഗ് വെള്ളത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ നിഖിൽ ഓടിച്ചെന്ന് അത് പിടിച്ചു. നന്ദി, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഇത് കടലാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തും കൊണ്ടുപോകും, നിഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചെറിയ പരിചയം പിന്നീട് സൗഹൃദമായി മാറി. സാന്ദ്ര ദിവസവും ചിത്രീകരണത്തിനായി നിഖിലിനൊപ്പം പോകും. അവൾക്ക് ഗ്രാമജീവിതത്തെക്കുറിച്ച് അറിയണം. നിഖിലിന് അവളുടെ നഗരകഥകൾ കേൾക്കണം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സന്ധ്യാസമയത്ത് അവർ കടൽത്തീരത്ത് ഇരിക്കുകയായിരുന്നു. സൂര്യൻ പതുക്കെ കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരുന്നു. നിനക്ക് കടലിനെ ഇത്ര ഇഷ്ടമാണോ? സാന്ദ്ര ചോദിച്ചു. അതേ. എന്തുകൊണ്ട്? നിഖിൽ കുറച്ച് നേരം ആലോചിച്ചു. കാരണം കടൽ ആരെയും വിധിക്കില്ല, സന്തോഷമുള്ളവരും ദുഃഖമുള്ളവരും അതിന്റെ അടുത്തുവരും. എല്ലാവരുടെയും കഥ അത് കേൾക്കും. സാന്ദ്ര അവനെ നോക്കി പുഞ്ചിരിച്ചു. നീ മത്സ്യത്തൊഴിലാളിയേക്കാൾ എഴുത്തുകാരനെപ്പോലെയാണ് സംസാരിക്കുന്നത്. നിഖിൽ ഞെട്ടി. ഞാൻ എഴുതാറുണ്ട്. ശരിക്കുമോ? ആദ്യമായിട്ടായിരുന്നു അവൻ തന്റെ രഹസ്യം മറ്റൊരാളോട് പറയുന്നത്. അന്ന് രാത്രി അവൻ എഴുതിയ കഥകൾ സാന്ദ്ര വായിച്ചു. ഓരോ പേജും വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കൂടുതൽ അത്ഭുതത്തോടെ നിറഞ്ഞു. നിഖിൽ, ഇത് അത്ഭുതകരമാണ്. അത്ര നല്ലതാണോ? നീ ഇത് ലോകത്തെ കാണിക്കണം. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പുതിയ പ്രതീക്ഷ നിറച്ചു. അന്നുമുതൽ സാന്ദ്ര അവന്റെ ഏറ്റവും വലിയ പിന്തുണയായി. മാസങ്ങൾ കടന്നുപോയി. ഡോക്യുമെന്ററി ചിത്രീകരണം അവസാനിക്കാൻ സമയമായി. സാന്ദ്രയ്ക്ക് തിരികെ പോകേണ്ട ദിവസം അടുത്തു. ആ വാർത്ത കേട്ടപ്പോൾ നിഖിലിന്റെ മനസ്സ് തകർന്നു. കാരണം അവൻ ഒരു സത്യം തിരിച്ചറിഞ്ഞിരുന്നു. അവൻ സാന്ദ്രയെ സ്നേഹിക്കുന്നു. പോകുന്നതിന്റെ തലേദിവസം അവർ കടൽത്തീരത്ത് ഇരിക്കുകയായിരുന്നു. തിരമാലകൾ കരയെ തഴുകി. കാറ്റ് ശക്തമായി വീശി. നാളെ ഞാൻ പോകും, സാന്ദ്ര മൃദുവായി പറഞ്ഞു. നിഖിൽ തലകുനിച്ചു. എനിക്കറിയാം. എന്താണ് ആലോചിക്കുന്നത്? അവൻ കുറച്ചുനേരം മിണ്ടാതെ ഇരുന്നു. പിന്നീട് പറഞ്ഞു. ചില ആളുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം മാറിപ്പോകും. സാന്ദ്രയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്താണ് മാറിയത്? ഞാൻ. അവൾ അവനെ നോക്കി. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാറ്റ് നിശബ്ദമായതുപോലെ തോന്നി. സാന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഈ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതെന്താണ് അർത്ഥം? അവൾ പുഞ്ചിരിച്ചു. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ആ രാത്രി കടൽ അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. പക്ഷേ അടുത്ത ദിവസം അവൾ പോയി. ആദ്യ മാസങ്ങളിൽ അവർ എല്ലാ ദിവസവും സംസാരിച്ചു. പിന്നീട് ജോലിയുടെ തിരക്ക് വർദ്ധിച്ചു. എന്നാൽ ബന്ധം അവസാനിച്ചില്ല. അതേസമയം നിഖിലിന്റെ കഥകൾ ഒരു പ്രസാധകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പുസ്തകം വലിയ വിജയമായി. അവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറി. എന്നാൽ ഓരോ വിജയത്തിന്റെയും പിന്നിൽ അവൻ ഓർത്തത് ഒരു വ്യക്തിയെ മാത്രമായിരുന്നു. സാന്ദ്ര. 3 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ ഒരു വലിയ സാഹിത്യോത്സവം നടന്നു. നിഖിലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ അവൻ തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ ഒരാൾ ഒപ്പിടാൻ പുസ്തകവുമായി മുന്നോട്ടു വന്നു. അവൻ തല ഉയർത്തി നോക്കി. സാന്ദ്ര. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ പുഞ്ചിരി. അവന്റെ കൈകൾ വിറച്ചു. സാന്ദ്ര. അവൾ ചിരിച്ചു. എഴുത്തുകാരാ, എന്നെ മറന്നോ? നിഖിലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം പോലും ഇല്ല. അവർ മണിക്കൂറുകളോളം സംസാരിച്ചു.
നഷ്ടമായ വർഷങ്ങളെക്കുറിച്ച്, കാത്തിരിപ്പിനെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്. അവസാനം സാന്ദ്ര ചോദിച്ചു, ഇനി എന്താണ് നിന്റെ അടുത്ത കഥ? നിഖിൽ അവളുടെ കൈ പിടിച്ചു. ഒരു പ്രണയകഥ. അതിന്റെ അവസാനം എന്തായിരിക്കും? അവൻ പുഞ്ചിരിച്ചു. രണ്ടുപേർ വീണ്ടും ഒരുമിക്കുന്നതായിരിക്കും. സാന്ദ്ര ചിരിച്ചു. അപ്പോൾ അത് നമ്മുടെ കഥ തന്നെയല്ലേ? സന്ധ്യയുടെ സൂര്യൻ കടലിലേക്ക് താഴ്ന്നു. കടൽക്കാറ്റ് അവരുടെ മുഖങ്ങളെ തഴുകി. അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ തിരമാലകളെപ്പോലെയാണ്. പക്ഷേ അവസാനം വീണ്ടും കരയിലേക്ക് തിരികെ വരും. ആ ദിവസം കടൽക്കാറ്റ് അവരുടെ ഹൃദയങ്ങളിൽ ഒരു രഹസ്യം പറഞ്ഞു. യഥാർത്ഥ സ്നേഹം ഒരിക്കലും വഴിതെറ്റില്ല, അത് എപ്പോഴും സ്വന്തം ഹൃദയത്തിലേക്ക് മടങ്ങിവരും.